അപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ലൗകികമായിട്ടുള്ള ജീവിതവും ജീവിച്ച് സക്സസ് ആയിട്ട് ഭൂമിയിൽ നിന്ന് കടന്നുപോയതാണ്. അടുത്ത അദ്ദേഹത്തിന്റെ അവതാരമായിട്ടുള്ള ഈ ബുദ്ധനിൽ തുടക്കം ലൗകികതയിൽ നിന്നാണ്, രാജകുടുംബത്തിലാണ് ജനിക്കുന്നത്. പിന്നീട് എന്തിലേക്ക് പോകുന്നു? ഒരു യോഗാവസ്ഥയിലേക്ക് തിരിച്ചു പോയി സാക്ഷാത്കാരം ലഭിക്കുന്നു. അപ്പൊ ബുദ്ധൻ എപ്പോഴും കൺവേ ചെയ്യുന്നത് ലൗകികപരമായിട്ടുള്ള ജീവിതം നിങ്ങൾ ജീവിക്കുമ്പോഴും നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള മാർഗത്തിലൂടെ, ഉപാസനയിലൂടെ നിങ്ങൾക്ക് സാക്ഷാത്കാരം ലഭിക്കുക. ഈ സാക്ഷാത്കാരം ഞാൻ എപ്പോഴും പറയട്ടെ, ഈ സമാധി ആണെങ്കിലും ഇതൊക്കെ മരിച്ചിട്ട് കിട്ടുന്നൊരു സാധനമല്ല. നമുക്ക് ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈശ്വരനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരുണ്ട്, അവരുടെ ലൈഫ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ പോലും അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ആ സാക്ഷാത്കാരം ലഭിക്കുമ്പോഴാണ് നമുക്ക് ഞാൻ ആരാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ആര് മനസ്സിലാക്കുന്നു, അതാണ് സാക്ഷാത്കാരം. അത് കിട്ടാനുള്ള ഒരു യാത്രയാണ് ജപം ആയാലും, ഉപാസനയാണെങ്കിലും, ധ്യാനാണെങ്കിലും, നാമജപാണെങ്കിലും. ഇതിൽ ഏതോ ഒരു പോയിന്റ് വെച്ചത് കിട്ടും. അത് ആ പോയിന്റിലൂടെയാണ്. ഇപ്പൊ നമുക്ക് നോക്കൂ, ഞാൻ ഇപ്പൊ രാംജിയൊക്കെ പറയുന്ന പോലെ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ ബോധിവൃക്ഷ ചുവട്ടില് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി എന്ന് വെച്ചിട്ട് എല്ലാവരും ഈ പറയുന്ന മരത്തിന് ചോട്ടി പോയിരുന്നെങ്കിൽ ഉണ്ടാവില്ല. അതിന് മുമ്പ് അദ്ദേഹം കടന്നുപോയൊരു വലിയ പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ കടന്നുപോയാൽ ഏതൊരു മൊമെന്റിൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, നിങ്ങൾക്ക് സാക്ഷാത്കാരം ലഭിക്കുന്നതിന് ഒന്നും തന്നെ തടസ്സമല്ല, നമുക്ക് സാധിക്കും. എന്ത് ചെയ്താൽ മതി? അദ്ദേഹത്തിന് ലൗകികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് വരണമെന്ന് തോന്നുന്നു. കൃഷ്ണൻ സത്യം പറഞ്ഞാൽ അതുപോലും വേണ്ടുന്നു. അദ്ദേഹം ലൗകികതയുടെ നടുവിൽ നിന്നുകൊണ്ട് സാക്ഷാത്കാരം നേടിയിട്ട് അപ്പൊ സാധിക്കും.